ഹലോ ഗൈസ്, ഇന്ന് വളരെ സമാധാനമുള്ളൊരു ദിവസമാണ്. ഇന്നിപ്പോൾ തിരക്കൊന്നുമില്ല, കാരണം എനിക്കിന്ന് കോളേജില്ല, മക്കൾക്ക് സ്കൂളില്ല. എന്നാലും ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. എന്നിട്ട് വേഗം വീടൊക്കെ മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അല്ലേട്ടനും കൂടി ചായയൊക്കെ ഒന്ന് കുടിച്ചതിന് ശേഷം നേരെ സ്വാമി ഫോട്ടോ വെച്ചിട്ടുള്ള ഈ ഷെൽഫ് ഉണ്ടല്ലോ, ആ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. കാരണം അവിടെ ഈ ചന്ദനത്തിരിയുടെ പൊടിയും അതുപോലെ തന്നെ എണ്ണയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടയ്ക്കണം, കാരണം നമുക്ക് എന്നും അതിന് സമയം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഈ സമയത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്കും അല്ലേട്ടൻ ഇതാ കുളി കഴിഞ്ഞ് വന്നു, വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ചു ഇതാ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു. വേറെ എവിടേക്കല്ല, ട്യൂഷന് പോവുകയാണ്. 6:30ക്കാണ് അവൻ്റെ ട്യൂഷനുള്ളത്. അപ്പോൾ അവൻ നേരത്തെ നീച്ച് കുളിയും കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞിട്ടാണ് അവൻ പോവുക. പിന്നെ വന്നിട്ടാണ് അവൻ കഴിക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളത്. അപ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ ഞാൻ അല്ലേട്ടനും ഇറങ്ങും. സൈക്കിളിലാണ് അവൻ ട്യൂഷന് പോവുക. അവിടെ നിന്നൊക്കെ വേറെയും കുട്ടികളുണ്ട്, അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ അല്ലേട്ടനെ പോകാറായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ദോശയും ചമ്മന്തി ഉണ്ടാക്കാൻ പോകുമ്പോഴേക്കും അമ്മ വിളിച്ച് പറഞ്ഞു ദോശ ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മാവ് വേഗം അമ്മയുടെ കൈ കൊടുത്ത് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തുടങ്ങി. ചമ്മന്തിക്ക് ഇതാ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. തക്കാളിയും സവാളയും കൂടി വഴറ്റിയിട്ടുള്ള ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അല്ലേട്ടൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അല്ലേട്ടന് ഇപ്പോൾ ഇവിടെ അടുത്താണ് വർക്കുള്ളത്, അതുകൊണ്ട് ഡെയിലി വീട്ടിൽ വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആദ്യമാണ്. ആദ്യം പിന്നെ എണീറ്റിട്ടില്ല കേട്ടോ. സാധാരണ അവൻ നേരത്തെ നീക്കാറുണ്ട്. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് വൈകി നീച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനും വിളിക്കാനായിട്ട് പോയില്ല. ആൾ വാച്ചൊക്കെ കെട്ടിയിട്ടാണ് കിടക്കുന്നത്. ആളങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും കുളിക്കുന്ന സമയത്താണെങ്കിലും വാച്ച് അവൻ കയ്യിൽ നിന്ന് ഊരാറില്ല. അപ്പോഴേക്കും അച്ചു വന്നപ്പോൾ രണ്ടാൾക്കും വേഗം ദോശയും ചായയൊക്കെ വെച്ച് കൊടുത്തു. ഞാനപ്പോൾ രണ്ടാളും കൂടി അതൊക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആക്ഷൻസ് കണ്ടില്ലേ. ക്യാമറ കണ്ടവൻ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ കാണിക്കുക, അത് അവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ അടുത്ത എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫ്രിഡ്ജാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഫ്രിഡ്ജ് പറഞ്ഞാൽ അത്ര അഴുക്കായി കിടക്കുന്നതെന്നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ അഴുക്ക് കണ്ടാൽ തന്നെ അപ്പം തന്നെ അത് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. അത് പക്ഷേ മൊത്തത്തിൽ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മറ്റൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിലും ഫ്രിഡ്ജ് നമ്മൾ നന്നായി ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഹാര സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അത് നന്നായി ക്ലീൻ ആയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോഴേക്കും താഴത്തൊക്കെ മൊത്തം വെള്ളം പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അതിനുശേഷം പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാൻ മൊത്തം ഒന്ന് തുടച്ചു, സോപ്പ് വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഒന്ന് തുടച്ചു. അപ്പോഴേക്കും അച്ചുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ അച്ഛമ്മ. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ വേറെ ഒന്നല്ല, അവർ ഈ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാനിടണം. അപ്പോൾ അതിൻ്റെ സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ് അവനെ. നല്ല ടേസ്റ്റാണ് കേട്ടോ കൊണ്ടാട്ടമൊക്കെ. അതുപോലെ തന്നെ അട, അപ്പം, ഇതൊക്കെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും. എനിക്ക് അമ്മയുടെ അത്ര ഇങ്ങോട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ അമ്മമാരുടെ കൈപ്പുണ്യം അങ്ങോട്ട് കിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ശ്രമിക്കാറുമില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ബാക്കി ഭാഗമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.